തമിഴ്നാട്ടിലേക്ക് അടുത്ത മാസ് എൻട്രി. വിജയ്ക്ക് പിന്നാലെ ധനുഷും തമിഴകത്ത് വീണ്ടും ഒരു രാഷ്ട്രീയ കൊടുങ്കാറ്റിന്റെ പടപ്പുറപ്പാടോ. വിജയുടെ രാഷ്ട്രീയ പ്രവേശനമുണ്ടാക്കിയ അലയൊലികൾ അടങ്ങും മുൻപേ കോളി ഫാൻമാരെയും രാഷ്ട്രീയ നിരീക്ഷകരെയും ഒരുപോലെ ഞെട്ടിച്ചുകൊണ്ട് നടൻ ധനുഷിന്റെ ആ സർപ്രൈസ് നീക്കം കേവലം ഒരു സിനിമാ താരത്തിന്റെ വാക്കുകൾക്കപ്പുറം ഭാവിയിലെ വലിയൊരു മാസ് എൻട്രിയുടെ വിത്തുപാകലാണോ ഇത്? ഇതൊരു ചോദ്യമായി ഉയർന്നു വരികയാണ്. ജൂലൈ 26 ധനുഷിന്റെ ഫാൻസ് ക്ലബ്ബുകൾ ചേർന്ന് സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പിലാണ് സംഭവങ്ങളുടെ തുടക്കം. സാധാരണ സിനിമാ റിലീസുകളോ ഓഡിയോ ലോഞ്ചുകളോ ആഘോഷമാക്കാൻ ഒത്തുകൂടുന്ന ആരാധക കൂട്ടത്തെ വേദിയിലിരുത്തി ധനുഷ് സംസാരിച്ച രീതിയാണ് എല്ലാവരെയും അമ്പരപ്പിച്ചത്. കേവലം ആ ആഘോഷങ്ങൾക്കപ്പുറം സമുദായത്തിനും പൊതുസേവനത്തിനും വേണ്ടി നിലകൊള്ളാൻ അദ്ദേഹം സ്വന്തം അണികളോട് ആഹ്വാനം ചെയ്യുകയായിരുന്നു. ചടങ്ങിൽ സംസാരിക്കവേ അതീവ ഗൗരവത്തോടെ ധനുഷ് പറഞ്ഞ വാക്കുകൾ ഇതാണ്: ഇത്രയധികം ആളുകൾ ഒരൊറ്റ സ്ഥലത്ത് ഒത്തുകൂടിയിരിക്കുന്നു. ഇത്തരത്തിലുള്ള ഐക്യത്തിന് വലിയൊരു ശക്തിയുണ്ട്. പക്ഷേ നിങ്ങൾ ആ ഐക്യത്തിന് കൃത്യമായ ഒരു ലക്ഷ്യം നൽകേണ്ടതുണ്ട്. ഓഡിയോ ലോഞ്ചുകളിലും മീറ്റപ്പുകളിലും മാത്രം ഒതുങ്ങേണ്ടതല്ല ഇത്. നിങ്ങൾ കൈകോർത്ത് കൂടുതൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ ചെയ്യണം. തന്റെ വാക്കുകൾ തുടർന്നുകൊണ്ട് ധനുഷ് ആരാധകരോട് ഒരു ചോദ്യം പോലെ അഭ്യർത്ഥിച്ചു: നിങ്ങളുടെ പ്രദേശത്തെ ആളുകൾക്ക്, നിങ്ങളുടെ വീടിന് ചുറ്റും താമസിക്കുന്ന കുടുംബങ്ങൾക്കും വേണ്ടി നിങ്ങൾക്ക് കഴിയുന്നതെല്ലാം ചെയ്യുക. നിങ്ങളെല്ലാം ഓർത്ത് എനിക്ക് കൂടുതൽ അഭിമാനം തോന്നുന്ന അവസ്ഥ വരണം. നിങ്ങൾ എല്ലാവരും അത് ചെയ്യുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. സാധാരണ ഒരു താരം സംസാരിക്കുന്ന ശൈലിയിൽ നിന്നും മാറി ഒരു നേതാവിന്റെ സ്വരത്തിലാണ് ധനുഷ് സംസാരിച്ചതെന്നാണ് വ്യാഖ്യാനങ്ങൾ. ധനുഷിന്റെ ഈ പ്രസ്താവന പുറത്തു വന്നതോടെ ഓൺലൈൻ ലോകത്ത് ഊഹാപോഹങ്ങളുടെ പ്രളയമായി. രാഷ്ട്രീയത്തിലെ തന്റെ ഭാവിയെക്കുറിച്ച് നടൻ സൂക്ഷ്മമായ സൂചനകൾ നൽകുകയാണോ എന്ന് ആരാധകർ ചിന്തിച്ചു തുടങ്ങി. തമിഴ് സിനിമയ്ക്ക് രാഷ്ട്രീയവുമായുള്ള ദീർഘകാല ബന്ധവും അടുത്തിടെ ദളപതി വിജയ് നടപ്പാക്കിയ രാഷ്ട്രീയ അരങ്ങേറ്റവും കണക്കിലെടുക്കുമ്പോൾ രണ്ടു താരങ്ങളുടെയും നീക്കങ്ങൾ തമ്മിൽ വലിയ സമാനതകളാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത്. ഇതേ ചടങ്ങിൽ വെച്ച് തന്നെ തന്റെ ദേശീയ ചലച്ചിത്ര അവാർഡ് നേട്ടത്തെ ചുറ്റിപ്പറ്റിയുള്ള വിമർശനങ്ങളെക്കുറിച്ചും ധനുഷ് തുറന്നു പറഞ്ഞു. സ്വന്തം നേട്ടത്തിൽ എളിമയോടെ സംസാരിച്ച അദ്ദേഹം 2024 താൻ സംവിധാനം ചെയ്ത റയാൻ എന്ന സിനിമയേക്കാൾ മികച്ച മറ്റു തമിഴ് സിനിമകൾ തീർച്ചയായും ആ വർഷം ഉണ്ടായിരുന്നുവെന്ന് തുറന്നു സമ്മതിച്ചു. എന്നിരുന്നാലും ഒരു തമിഴ് നടൻ ഒരേ വർഷം 2 ദേശീയ അവാർഡുകൾ ലഭിച്ചു എന്നത് വലിയൊരു നേട്ടമാണെന്ന് അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ക്യാപ്റ്റൻ മില്ലർ എന്ന ചിത്രത്തിലെ അഭിനയത്തിന് പ്രത്യേക പരാമർശം ലഭിച്ചപ്പോൾ മികച്ച തമിഴ് ചിത്രത്തിനുള്ള ദേശീയ അവാർഡാണ് റയാൻ നേടിയത്. റയാന്റെ വിജയം ഓൺലൈനിൽ വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്നെങ്കിലും ഈ അപൂർവ നേട്ടം ആഘോഷിക്കപ്പെടേണ്ട ഒന്നാണെന്നും ധനുഷ് കൂട്ടിച്ചേർത്തു. സിനിമാ ലോകത്തെ അവാർഡ് വിവാദങ്ങൾക്ക് മറുപടിയും നൽകുകയും അതേസമയം തന്നെ ആരാധക കൂട്ടത്തെ ഒരു സാമൂഹിക ശക്തിയായി മാറ്റാൻ ആഹ്വാനം ചെയ്യുകയും ചെയ്ത ധനുഷിന്റെ ഈ നീക്കം യാദൃശ്ചികമല്ലെന്നാണ് വിലയിരുത്തലുകൾ. തമിഴ്നാടിന്റെ അടുത്ത രാഷ്ട്രീയ അധ്യയനത്തിൽ ധനുഷ് എന്ന പേരും കുറിക്കപ്പെടുമോ? കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.